നമസ്കാരം. പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥിന്റെ മരണം രേഖകൾ കേന്ദ്രത്തിന് കൈമാറി. യുവ ഡോക്ടറിന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെടുത്തു. തലയുടെ വിളയാട്ടം, ചെമ്പോക്കിനെ ആവേശത്തിലാക്കി ധോണിയുടെ തകർപ്പൻ ക്യാച്ച്. വാർത്തകൾ വിശദമായി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കേന്ദ്രത്തിന് രേഖകൾ കൈമാറി സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത്. പേഴ്സണൽ മന്ത്രാലയത്തിനാണ് രേഖകൾ കൈമാറിയത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറി. സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി ശ്രീകാന്ത് ആണ് പേഴ്സണൽ മന്ത്രാലയത്തിന് രേഖകൾ നേരിട്ട് കൈമാറിയത്. ഈ മാസം 9-ന് സിദ്ധാർത്ഥിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ലെന്ന് കുറിപ്പിൽ പറയുന്നു. ജീവിതം മടുത്തതുകൊണ്ട് പോകുന്നു. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്നാണ് കുറിപ്പും കണ്ടെത്തിയത്. ഡോക്ടർ അഭിരാമിയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇനി കായിക വാർത്ത. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ കിടിലൻ ഡൈവിംഗ് ക്യാച്ച് എടുത്ത താരം ആരാധകരുടെ മനം കവർന്നു. ചെമ്പോക്കിൽ നിറഞ്ഞു നിന്ന ആരാധകരെ മുഴുവൻ ആവേശത്തിലാക്കാൻ ധോണിയുടെ ഈ ക്യാച്ചിനായി. പ്രായം വെറും നമ്പർ മാത്രമെന്ന് തെളിയിച്ച് ധോണിയുടെ തകർപ്പൻ ക്യാച്ച്. ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ 8-ാം ഓവറിലായിരുന്നു ഈ തകർപ്പൻ ക്യാച്ച് പിറന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.